നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ ട്രെൻഡ് മാറുന്നു. അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരിയിലെ സാങ്കേതിക പ്രവണതയിൽ മാറ്റം വരുന്നതായും ഇടിവിന് സാധ്യതയുണ്ടെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രേഡർമാർ വ്യാപകമായി ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്ററായ TD സീക്വൻഷ്യൽ അദാനി എൻ്റർപ്രൈസസിൽ ഇടിവിന് സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞയാഴ്ച 6% ഇടിവ് നേരിട്ട ഈ ഓഹരി കൂടുതൽ തിരുത്തലിന് വിധേയമാകാനാണ് സാധ്യതയെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ തുടങ്ങിയ ഓഹരികളും തിരുത്തൽ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് TD സീക്വൻഷ്യൽ എന്ന ഇൻഡിക്കേറ്ററിനെ അടിസ്ഥാനമാക്കിയുള്ള വിശകലനം സൂചിപ്പിക്കുന്നത്. അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരി വില ഈ വർഷം 100%-ലേറെയാണ് ഉയർന്നത്. അദാനി ടോട്ടൽ ഗ്യാസ് പോലെയുള്ള ഓഹരികൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 1000% ഉയർന്നത്. ഈ ഓഹരികൾ അമിത മൂല്യത്തിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്. ഇതിനു മുമ്പ് TD സീക്വൻഷ്യൽ അദാനി പോർട്സിൽ വിലയിടിവിൻ്റെ സൂചന നൽകിയത് 2015-ലാണ്. തുടർന്ന് 55% ഇടിവ് ഈ ഓഹരിയിൽ ഉണ്ടാവുകയും ചെയ്തു. അതേസമയം 2007-ൽ അദാനി എൻ്റർപ്രൈസസിൽ ഇത്തരം വിലയിടിവിൻ്റെ സൂചനയുണ്ടായെങ്കിലും ഓഹരി വില ഉയരുകയാണ് ചെയ്തത്. നിഫ്റ്റി 17,250-ന് മുകളിൽ. ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി. നിഫ്റ്റി 17,250-ന് മുകളിലായാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 1,276 പോയിന്റ് ഉയർന്ന് 58,065-ലും നിഫ്റ്റി 387 പോയിന്റ് ഉയർന്ന് 17,274-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 2,507 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 842 ഓഹരികൾ ഇടിവ് നേരിട്ടു. 112 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ഇൻഡസിൻ ബാങ്ക്, അദാനി പോർട്സ്, കോൾ ഇന്ത്യ, ഹീറോ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഈ ഓഹരികൾ 4% മുതൽ 5% വരെ ഉയർന്നു. നിഫ്റ്റിയിൽ ഉൾപ്പെട്ട 50 ഓഹരികളിൽ 48-ഉം നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. പവർ ഗ്രിഡ് കോർപ്പറേഷനും ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസും മാത്രമാണ് നഷ്ടം നേരിട്ടത്. ഇന്ന് എല്ലാ മേഖലാധിഷ്ഠിത സൂചികകളും നേട്ടമുണ്ടാക്കി. ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, ബാങ്ക്, മെറ്റൽ, IT, പവർ, റിയൽ എസ്റ്റേറ്റ് സൂചികകൾ 2% മുതൽ 3% വരെ ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 2.4%-വും സ്മോൾ ക്യാപ് സൂചിക 1.5%-വും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.